യേശുവിൻ്റെ അരികിൽ കടന്നു വന്ന ജനക്കൂട്ടത്തെ കണ്ടപ്പോൾ യേശു ശിഷ്യ സമൂഹത്തോട് പറയുന്നൊരു കാര്യമുണ്ട്, ഇവർക്ക് ഭക്ഷിക്കാൻ കൊടുക്കുക. ഇവർക്ക് ഭക്ഷിക്കാൻ കൊടുക്കാൻ അപ്പം നമ്മൾ ഇവിടെ നിന്ന് വാങ്ങുമെന്ന് ചോദിക്കുക. തൻ്റെ അരികിൽ കടന്നു വരുന്ന ആ വ്യക്തികളുടെ ആഗ്രഹം യേശു മനസ്സിലാക്കുക. നമ്മുടെ അരികിൽ കടന്നു വരുന്ന വ്യക്തികളുടെ ആഗ്രഹം മനസ്സിലാക്കി പ്രവർത്തിക്കാൻ എനിക്ക് പറ്റുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ആ ജനക്കൂട്ടത്തിന് വിശക്കുന്നുണ്ടായിരുന്നു. ആ ജനക്കൂട്ടത്തിന് അപ്പം ആവശ്യം അപ്പം ആയിരുന്നു. നമ്മുടെ അരികിൽ കടന്നു വരുന്ന ഓരോ വ്യക്തികളുണ്ട്. ചിലപ്പോൾ നിറഞ്ഞ വേദനയോടുകൂടി ആയിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും എന്നോട് ഷെയർ ചെയ്യാനായിരിക്കാം. ആ സമയത്ത് നമ്മളൊക്കെ പറയും കുറച്ച് കഴിയട്ടെ, നമ്മളിങ്ങനെ തിരക്കാണ്, കുറച്ച് കഴിയട്ടെ എന്ന് പറഞ്ഞ് അവരൊക്കെ അകറ്റി വിടുമ്പോൾ ദൈവം ചെയ്ത ആ കാര്യം നമ്മൾ നടത്തുന്നുണ്ടോ എന്നുള്ളത്. എന്തോരം ജനമാണെന്ന് പറയുമ്പോൾ വേദനയോടുകൂടി നടക്കണത് ഒന്ന് ഷെയർ ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ എൻ്റെ സങ്കടങ്ങളൊന്ന് പങ്കുവെക്കാൻ വേണ്ടി, ഒന്ന് കുറച്ചു നേരം ശാന്തമായിട്ട് ആ സാന്നിധ്യത്തിലിരുന്ന് ഒന്ന് സംസാരിക്കാൻ വേണ്ടി നമ്മുടെ അരികിൽ ഇങ്ങനെ കുറേ പേര് വരും. നമ്മൾക്ക് ഈ തിരക്കാണെന്ന് പറഞ്ഞ് നമ്മൾ ഓടി നടക്കുമ്പോൾ ഇതുപോലെയുള്ള വ്യക്തികളുടെ ഒരു സംതൃപ്തി നമുക്ക് കൊടുക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് യേശു ചെയ്തത്. ആ ജനക്കൂട്ടത്തിന് സംതൃപ്തി, ജനക്കൂട്ടത്തിൻ്റെ ആഗ്രഹം അനുസരിച്ച് അവരെ തൃപ്തിപ്പെടുത്തുക എന്നുള്ളതാണ്. എനിക്ക് എൻ്റെ മുമ്പിൽ വരുന്നവൻ്റെ ആഗ്രഹം അനുസരിച്ച് തൃപ്തിപ്പെടുത്താൻ, എൻ്റെ ഭർത്താവാകാം, ഭാര്യയാകാം, മക്കളാകാം, മക്കൾക്ക് എന്തെങ്കിലും ഒന്ന് തുറന്നു പറയാൻ ആഗ്രഹം ഉണ്ടാവും. അമ്മയുടെ അടുത്ത് വരുമ്പോൾ അമ്മ കുറേ ചീത്ത പറഞ്ഞ് ഓടിപ്പിക്കും. ഭർത്താവ് വേദനയോടുകൂടി ആയിരിക്കും വരുന്നത്, അല്ലെങ്കിൽ ഭാര്യ അന്ന് ദിവസം ഒരു അസുഖത്തോടു കൂടി ആയിരിക്കും ഇരിക്കണേ. അപ്പോൾ ഭർത്താവ് കുറേ ദേഷ്യപ്പെട്ട് കുറേ തെറിയൊക്കെ പറഞ്ഞ് അകറ്റിക്കളയുമ്പോൾ ഉള്ളിൽ നീറുന്ന വേദനകൾ പങ്കുവെക്കാതെ കിടക്കുകയാണ്. ഉള്ളിൽ നീറുന്ന കുറേ കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ പറ്റാതെ കിടക്കുക. അവരുടെ ആഗ്രഹങ്ങൾ സംതൃപ്തിപ്പെടുത്താൻ പറ്റാതെ നമ്മൾ സന്തോഷത്തോടെ ജീവിക്കുന്നു. മറ്റുള്ളവൻ്റെ ആഗ്രഹങ്ങൾ, മറ്റുള്ളവന് സംതൃപ്തി കൊടുക്കുന്നത് ഒരു നോട്ടമായിരിക്കാം, അല്ലെങ്കിൽ ഒരു നല്ല വാക്കായിരിക്കാം, അല്ലെങ്കിൽ ഒരു തലോടലാകാം, അല്ലെങ്കിൽ അവനെ ഒന്ന് കേൾക്കുന്നതാകാം. ഇതാണ് തൃപ്തിപ്പെടുത്തൽ. പറ്റുന്നുണ്ടോ എന്ന് നമുക്ക് ചിന്തിക്കും.